ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷം പലവർക്കും ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. സിവിയർ ആയിട്ടും ചിലവർക്ക് ഭയങ്കര കൂടുതലായിട്ടും ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മിററിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഹെയറിൻ്റെ തിക്നെസ് നല്ലപോലെ കുറഞ്ഞ ഫീല് നമുക്ക് വരും. അതുപോലെ കോംബ് ചെയ്യുമ്പോഴായാലും നമുക്ക് എക്സ്ട്രാ ഹെയർ പോകുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂവിൻ്റെ ആണോ? അല്ല. കാരണം നമ്മൾ ഈ റാപ്പിഡായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രെസ് മോഡിലേക്ക് പോകാം. നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഹെയർ ഗ്രോത്ത് ടെമ്പററി ആയിട്ട് സ്ലോ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ കാലറി കുറയ്ക്കുന്നത് കൊണ്ടും ഫുഡിൻ്റെ കാലറി കുറയ്ക്കുന്നത് കൊണ്ടും നമ്മളതിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എടുക്കാത്തത് കൊണ്ടും നമ്മുടെ ഡയറ്റിൽ അയൺ ഡെഫിഷ്യൻസി വരുന്നതും പിന്നെ സിങ്ക് B12 മറ്റ് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നതും പിന്നെ ക്രാഷ് ഡയറ്റ് അതായത് നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യുന്നതും ഇതൊക്കെ ആവാം നമ്മുടെ ടെമ്പററി ആയിട്ട് നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് സ്ലോ ആവാനുള്ള റീസൺ. സോ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി സർവൈവൽ മോഡിലേക്ക് പോകും. സോ കൂടുതൽ ബോഡിയുടെ മെയിൻ ഫങ്ഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് പോയേക്കാം. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹെയർ ഷെഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് മെഡിക്കൽ ടേമായിട്ട് നമ്മൾ പറയുന്നത് ടെമ്പററി സ്ട്രെസ് റിലേറ്റഡ് ഹെയർ ഷെഡിങ് എന്നാണ് ഇതിനെ പറയുന്നത്. യൂഷ്വലി നമ്മൾ വെയിറ്റ് ലോസ് കഴിഞ്ഞിട്ട് ഒരു 2 to 4 മന്തിനുള്ളിലാണ് ഇത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം. പിന്നെ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, പിന്നെ ക്രാഷ് ഡയറ്റ്, മീൽസ് സ്കിപ്പ് ചെയ്യണ പരിപാടി ഉണ്ടെങ്കിൽ അതവിടെ നിർത്തണം. പിന്നെ ഗ്രാജുവൽ ആയിട്ടുള്ള ഫാറ്റ് ലോസിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. റാപ്പിഡ് ആയിട്ടുള്ള ഫാറ്റ് ലോസിനേക്കാളും ഏറ്റവും നല്ലത് ഗ്രാജുവൽ ആയിട്ടുള്ള ഫാറ്റ് ലോസ് ആണ്. സോ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഭയങ്കര സിവിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ ഫോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.